ഹലോ ഫ്രണ്ട്സ്, ഗിയർ സൈക്കിൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗിയർ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും റൈഡ് എൻജോയ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഗിയർ ഇൻക്രീസ് ചെയ്യുകയും ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഗിയർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഷിഫ്റ്ററാണ് ഇപ്പോൾ ഈ ബൈക്കിലുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഫ്രണ്ട് ഗിയർ സിസ്റ്റത്തിൽ 3 പാർട്ടുണ്ട്. 1, 2, 3. 1 സ്മോൾ റിംഗ് ആണ്. അത് ഉപയോഗിക്കുന്നത് സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബ് കയറുവാനും. സെക്കൻഡ് നോർമൽ റോഡ്സിനൊക്കെ ഉപയോഗിക്കും. ഒപ്പം സ്മോൾ ക്ലൈംബ് കയറാനും നമുക്ക് സാധിക്കും. 3 ഹൈ ഗിയറാണ്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഹൈ ഗിയർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് ഗിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ബൈക്കിന് 9 ഗിയറാണുള്ളത്. ഷിഫ്റ്റർ ഉപയോഗിച്ച് ഇതുപോലെ തമ്പ് ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കും, ഫിംഗർ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗിയർ ചെയിൻ താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതേ രീതിയിലാണ് ഫ്രണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇവ തമ്മിലുള്ള കോമ്പിനേഷൻ ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ 3, ബാക്കിൽ 9, ടോട്ടലി 27 ഗിയറാണ് ഈ ഒരു ബൈക്ക്. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഗിയർ കോമ്പിനേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ വർക്ക് ചെയ്യും എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ ഫസ്റ്റ് ഗിയർ, ബാക്കിൽ 1, 2, 3. മുകളിൽ നിന്ന് താഴേക്കാണ് 1, 2, 3. ഫ്രണ്ട് ഗിയറിൻ്റെ താഴെ നിന്ന് മുകളിലേക്കാണ് 1, 2, 3. ഇപ്പോൾ ഈ ഒരു ഗിയർ സ്റ്റീപ്പ് ഹിൽസ് ക്ലൈംബ് ചെയ്യാനാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്. അതുപോലെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒരു കാരണവശാലും ഇടരുത്. അതായത് ഫ്രണ്ടിൽ സ്മോൾ റിങ്, ബാക്കിൽ സ്മോൾ റിങ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിറെയിലർ, ചെയിൻ, മറ്റുള്ള നാശനഷ്ടങ്ങൾ എല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി സെക്കൻഡ് ഗിയറിനെ കുറിച്ച് നോക്കാം. സെക്കൻഡ് ഗിയറിനായിട്ട് കോമ്പിനേഷനുള്ള ഗിയറാണ് 4, 5, 6. വളരെ ഈസി ആയിട്ടുള്ളൊരു മോഡാണ്. അതുപോലെ 4ൽ നിന്ന് 3, 2, 1ലേക്ക് പോവുകയാണെങ്കിൽ ഹിൽസ് ക്ലൈംബ് ചെയ്യാം. അതുപോലെ തന്നെ 6ൽ നിന്ന് താഴേക്ക് 7, 8, 9 വരികയാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് ഫ്ലാറ്റ് റോഡിൽ സ്പീഡിൽ പോവുകയും ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് ഗിയർ 3 ഹയസ്റ്റ് സ്പീഡിൽ പോകാനുള്ളൊരു ഗിയറാണ്. പെഡലിങ്ങും നല്ല രീതിയിൽ ഹാർഡായിരിക്കും. ഒപ്പം നല്ല രീതിയിൽ നല്ല വേഗതയിൽ പോകാൻ പറ്റിയ ഒരു ഹാർഡായിട്ടുള്ള ഗിയർ പൊസിഷനാണ് ഈ ഒരു ഗിയർ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ സാധാരണ സൈക്കിള് പാലമൊക്കെ കയറാൻ നേരത്ത് ആളുകൾ ഉന്തി കയറ്റുന്നത്. അത് ഇത്തരം ഒരു ഗിയർ പൊസിഷനിൽ കിടക്കുന്നത് കൊണ്ടിട്ടാണ് ഹിൽസൊന്നും ക്ലൈംബ് ചെയ്യാൻ സാധിക്കാത്തത്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത മറ്റൊരു സെക്ഷൻ കൂടി നോക്കാം. ഫ്രണ്ടിലും ബാക്കിലും ബിഗ് റിങ്. ഈ ഒരു പൊസിഷൻ ഇടുകയാണെങ്കിൽ ഡിറെയിലർ, ചെയിൻ, കാസറ്റ് ഇതെല്ലാം ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെഡലിങ് ചെയ്യാത്ത സമയത്ത് ഒരു കാരണവശാലും ഗിയർ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്ററിന് മറ്റുള്ള ഭാഗങ്ങളെല്ലാം കേടുവരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഹിൽസ് എല്ലാം ഇതുപോലെ എൻ്റർ ആകുമ്പോൾ സഡനായിട്ട് ഗിയർ ഉപയോഗിക്കാതെ അത് എത്തുന്നതിന് മുൻപായി ഗിയർ നമുക്ക് ആവശ്യമുള്ള ഒരു പൊസിഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗിയർ സിസ്റ്റത്തിനെല്ലാം കൂടുതൽ ലൈഫ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഗിയർ പൊസിഷൻ നോർമൽ പൊസിഷനിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. സഡനായിട്ട് 2 ഇടുക, ബാക്കിൽ 4, 5, 6 എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ ഇടുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂമെൻറ്റിലും വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. മറ്റ് കേടുപാടുകൾ സംഭവിക്കുകയില്ല. അതുപോലെ ചെയിൻ, കാസറ്റ് ഇതെല്ലാം എപ്പോഴും ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേഷൻ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. കാരണം ചെയിൻ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ
ഗിയർ വീലും കാസറ്റൊക്കെ നശിയാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക.